എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 18-ാം തീയതിയിലെ ബിഗ് ബോസ് സീസൺ 7-ലെ ഒരു കിടുക്കാച്ചി പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് കിച്ചണിലാണ് എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കിച്ചൺ ക്യാപ്റ്റനായിട്ട് അപ്പാനി ശരത്തിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അപ്പാനിയോട് അത്ര നല്ല യോജിപ്പില്ലാത്ത അനുവും അതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം അവർ തമ്മിൽ കൊമ്പ് കോർക്കും എന്നുള്ള നമ്മൾ ആ ഒരു എന്താ പറയുക ടീമിനെ തിരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. അനുവിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അപ്പാനി ശരത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ക്യാപ്റ്റൻ പറഞ്ഞു, അതായത് ആര്യൻ പറഞ്ഞു, ഇതാണ് ടീം, ഈ രീതിയിൽ തന്നെ വർക്ക് ചെയ്താൽ മതി, എന്നാലേ നമുക്ക് കണ്ടന്റ് കിട്ടൂ, അല്ലാതെ ചുമ്മാ എല്ലാവരും സേഫ് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കണ്ടന്റും ഒന്നും കിട്ടില്ല എന്നുള്ള ആര്യൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ അനുമോൾ കുക്കിംഗ് ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ റെന ഫാത്തിമ അനുവിനെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. കാരണം ആ റെന ഫാത്തിമ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ ചൊറിഞ്ഞാൽ മാത്രമേ കണ്ടന്റ് ഉണ്ടാകുന്നുള്ളതാണ്. പക്ഷേ അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കണ്ടന്റ് മേക്കിംഗ് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. റെന ഫാത്തിമ ഇതിനു മുമ്പും അനീഷിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ രീതിയിൽ ഇറിറ്റേറ്റിംഗ് ഉള്ള രീതിയിൽ കണ്ടന്റ് മേക്കിംഗ് നടത്തിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ക്രിയേറ്റിംഗ് പോലെ നമുക്ക് ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല ബിഗ് ബോസ് എന്നൊരു ഷോ ഉള്ളത്, നമ്മുടെ വ്യക്തിത്വത്തെ കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ റെനക്ക് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒച്ചയും ബഹളവും ഉണ്ടാക്കിയാൽ മാത്രമേ അത് നിന്ന് പോകാൻ പറ്റൂ എന്നുള്ളൊരു റോങ് കൺസെപ്റ്റ് റെനയിൽ വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം അനുമോൾ നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുണ്ട്. അപ്പോൾ റെന ചിന്തിക്കുന്നത് എന്താണ്, പുറത്ത് അനുവിന് നല്ല രീതിയിൽ നെഗറ്റീവാണ്, അപ്പോൾ അനുവിനെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുവിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സപ്പോർട്ട് കിട്ടും എന്നാണ് റെന ഫാത്തിമ ചിന്തിക്കുന്നത്. അതുകൂടാതെ അക്ബർ ഖാനും അനുമോളോട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന അപ്പാനി ശരത്ത് അനുവായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ റെന ഫാത്തിമയായിട്ടുണ്ടാകുന്നു. ലാസ്റ്റ് പ്രൊമോ അവസാനിക്കുന്ന അക്ബറുമായിട്ട് അനു ഒരു സംസാരം ഉണ്ടായി. അനു ലാസ്റ്റ് പറയുന്നുണ്ട്, നീ നിൻ്റെ വീട്ടിൽ പോയി വിളിക്കണമെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ബിഗ് ബോസിൽ പതിവാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട്ടുകാരെ പറയുക എന്നുള്ളത്. അതിപ്പം അനു അല്ല ആര് പറഞ്ഞാലും മോശം തന്നെയാണ്. പക്ഷേ ആ ഒരു ഹൈപ്പറിൽ ആളുകൾ പറഞ്ഞു പോകുന്നതായിരിക്കാം. ഓൾറെഡി അക്ബർ ഖാൻ രേണുവിനോട് ഒരു സോറി പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതാണ്. അതിനുശേഷമാണ് വീണ്ടും അനുമോളോടും ഇതേപോലെ ഒരു മോശം വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അക്ബർ ഖാൻ സോറി പറഞ്ഞതിൽ നിന്നും ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സംസാരത്തിൽ വളരെ എന്താ പറയുക, ഒരു ഷാർപ്പായിട്ട് ഒരു പെൺകുട്ടികളോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒച്ചപ്പാട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. എപ്പിസോഡിന് ശേഷം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.